ഹായ് ഫ്രണ്ട്സ്, ഹായ്, വെൽക്കം ടു സോൾട്ട് ആൻഡ് പെപ്പർ. ഞാനും എൻ്റെ പൊന്നും കൂടെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ ഒരുപാട് നല്ല ക്രാഫ്റ്റുകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇന്നത്തെ ക്രാഫ്റ്റ് എന്നതാ പൊന്നുമണി ചെയ്യാൻ പോകുന്നത്? പേപ്പർ ഫ്ലവേഴ്സ്. പേപ്പർ ഫ്ലവേഴ്സ്. അമ്മോട് ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് ഒന്ന് കാണിച്ച്. വാവ്, നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ നിങ്ങൾ ഈ ഫ്ലവേഴ്സ്? ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഇത് ഇവിടെ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എന്നാൽ നമുക്ക് ഇതുകൊണ്ടൊരു വ്ളോഗ് ചെയ്യണമല്ലോ. അങ്ങനെ അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കാണാൻ വേണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പേപ്പർ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം പൊന്നു പർപ്പിൾ ഉണ്ടാക്കാൻ പോകുന്നു. ഞാൻ ഓറഞ്ച് കളറിലെ പേപ്പർ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വർണ്ണക്കടലാസ് നാട്ടിൽ വാങ്ങത്തില്ലേ, ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറയുന്ന തരത്തിലെ ഒരു പേപ്പറാണിത്. ഇത് അബൌട്ട് ഒരു എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് പൊന്നെ? ഇത് 8x10. 8x10 ആണ് എടുത്തേക്കുന്നത്. ഇതൊരു 8x10 കൊച്ചു മുറിച്ചേക്കുന്നത്. അവൾ നേരത്തെ മുറിച്ച് വെച്ച പേസാണ്. ഇതൊരു അബൌട്ട് 8 പീസസ് എൻ്റെ കയ്യിലുണ്ട്. അതുപോലത്തെ 8 പീസസ്. ഇതും 8 പീസസ് ആണ് മോനെ. അപ്പം 8 പീസസ് ഉണ്ട് ഇത് രണ്ടും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്നാ ഇതിന് വേണ്ടത്? കമ്പി. പിന്നെ ജസ്റ്റ് അലൂമിനിയം കമ്പി കേട്ടോ. നോർമൽ നമ്മുടെ അലൂമിനിയം കമ്പി നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന സിമ്പിൾ. ഇത് വളരെ ഫ്ലെക്സിബിൾ ആണല്ലോ, നിങ്ങൾക്ക് അറിയാതെ കേട്ടോ. അലൂമിനിയം കമ്പി. ഓക്കെ, ഇനി നമുക്ക് സിസേഴ്സ് പറയേണ്ട കാര്യമില്ല. നമുക്ക് കട്ട് ചെയ്യണല്ലോ. നമുക്ക് പല്ലുകൊണ്ട് കഴിച്ച് മുറിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് സിസേഴ്സ്. ഓക്കെ, ഇനി എന്നെ എടുക്കണം. ആദ്യം ഫോൾഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം അകത്തേക്ക് മടക്കുന്നു. ഒരു കൊച്ചു മടക്ക്. അപ്പം നമ്മൾ ആദ്യം ഒരു കുഞ്ഞു മടക്ക് ഇതുപോലെ. എന്താ പിന്നെ മടക്കണം. ഓ, അങ്ങനെ. നമ്മൾ പണ്ടൊക്കെ നമ്മൾ എന്നാ പറയുന്നേ, ചെറുതായിട്ടോ അങ്ങനെ. ഇത് നമ്മൾ പാമ്പ് ഉണ്ടാക്കത്തില്ലേ, നമ്മുടെ ഓല കൊണ്ട്. നമ്മൾ കുഞ്ഞുനാളെ ഓല കൊണ്ട് പാമ്പ് ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മടക്കുക കേട്ടോ. നോക്കിയേ കേട്ടോ. എന്നിട്ട് പറ്റുന്നിടത്തോളം മടക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ഇതിനെ മടക്കുക കേട്ടോ. എന്താ വാട്ട് യു ഡു? സെൻറ്റർ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ പാമ്പ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ പേപ്പർ മടക്കി വെച്ചേക്കുക. സി കണ്ടോ, നമ്മൾ കാറ്റാടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതാണ് എക്സാക്റ്റ് പറയാൻ. അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് കമ്പി. എന്നിട്ട് നമ്മൾ ഈ കമ്പി എടുത്തിട്ട് മിഡിൽ ഭാഗം നോക്കിയിട്ട് ജസ്റ്റ് കെട്ടുകയോ, സെക്യൂറായിട്ട് കെട്ടുക അല്ലേ? യെസ്. എന്താ ഓക്കെ. അവൾ പറയുന്നേ ഇതിൻ്റെ രണ്ടറ്റവും നമ്മളിങ്ങനെ ഓവൽ ഷേപ്പിൽ, നമ്മൾ ഈ പൂക്കളുടെ ഇതള് വരത്തില്ലേ, അതുപോലെ നമ്മളിങ്ങനെ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്യാനാണ് ഇഷ്ടത്തിൽ പറഞ്ഞേക്കുന്നത്. നോക്കാം അതിൻ്റെ സെപ്പറേറ്റ്. എന്നിട്ട് ഇതള് വരുന്നുണ്ടോ? ഇപ്പം കണ്ടോ നിങ്ങൾ? ഇത് കൊള്ളാലോ പരിപാടി. പൊന്നിന് കാണിച്ചാൽ ഇങ്ങനെ കേട്ടോ. അതായത് ഇങ്ങനെ ഒന്ന് തിരിക്കണേ. ഓക്കെ, എന്താ ലെയർ ബൈ ലെയർ ആയിട്ട് സെപ്പറേറ്റ്. ഓ, ഇതൊരു 8 പീസസ് നമ്മൾ ആദ്യം എടുത്തല്ലോ. അതിനെ നമ്മളിങ്ങനെ ലെയറായിട്ട് തന്നെ എടുക്കണം. ഇങ്ങനെ ഇങ്ങനെ വെക്കണോ? നോക്കിക്കേ, ഞങ്ങൾ രണ്ടുപേരും ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. പൊന്നുണ്ടാക്കിയ ഫ്ലവർ കണ്ടോ? അതിൻ്റെ ഈ പാർട്സിനൊക്കെ ഒരു ഒടിവും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയ ഇതളുകൾക്ക് ഇച്ചിരി വലുപ്പം കൂടി, അല്ലെങ്കിൽ പെറ്റൽസ് ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു. കട്ട് ചെയ്തില്ല നമ്മൾ കോർണർ രണ്ടിൻ്റെയും. നോക്കിയേ, അവളുണ്ടാക്കിയ ഫ്ലവറിൻ്റെ ഫിനിഷിങ് നോക്കിയേ. എന്താ നോക്കിക്കേ, നോക്കിയേ. ഇപ്പം ഇത് നമ്മൾ ഇച്ചിരി വലുപ്പത്തിലുണ്ടാക്കിയ ഫ്ലവറാണ്, വലിയ പെറ്റൽസേലാണ്. ഇതും ഇതേ ഫ്ലവറാണ്, പക്ഷെങ്കിൽ അവൾ കുഞ്ഞായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നല്ല ഭംഗിയുണ്ടെങ്കിലും നമുക്ക് ഈ ഫ്ലവർ എന്നാ പറയുന്നത്, ഇത്ര ഫ്ലവേഴ്സ് ഉണ്ടും താനും, ഒരു ബഞ്ചായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടും താനും, കുഞ്ഞു കുഞ്ഞു ലീഫ് വെച്ചേക്കുന്നത് അതിന് ഒന്നുകൂടെ ഒരു വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതും ഭംഗിയുണ്ട്, ഇതിൻ്റെ വലുപ്പത്തിൻ്റെതായ ഭംഗിയുണ്ട്. പക്ഷേ ഇത് കുഞ്ഞു കുഞ്ഞ് പെറ്റൽസ് ആയപ്പോൾ അതിൻ്റെതായ ഭംഗി തോന്നില്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കിയേ, എനിക്ക് അപ്പോൾ നോക്കിയേ, ഒരു ചെറിയ ക്രാഫ്റ്റ് ആയിരുന്നു. എത്ര ഫാസ്റ്റ് ആയിരുന്നു. ഞാനാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, അവളൊന്നും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്കൊരു ഫ്ലവർ വാസിനകത്തൊക്കെ ആയിട്ട് നമുക്ക് വെക്കത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാകുമ്പം നമുക്ക് അതിനോട് കൂടുതലൊരു പ്രിയം തോന്നത്തില്ലേ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അല്ലേ? പിന്നെ യെസ്, കൂടുതൽ നമ്മുടെ കൂടെ. ഓക്കെ, അപ്പോൾ
നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും താങ്ക് യു. ബൈ.